ദി ന്യൂസ് ബ്ലാസ്റ്റിലേക്ക് വിശദമായി കടക്കാം. ഓരോ വാർത്തകളും വിശദമായി തന്നെ നമുക്ക് നോക്കാം. ആദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. PSC പരീക്ഷയിൽ ഗുരുതര പിഴവ്. ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലേക്കുള്ള ചോദ്യപേപ്പർ മാറി നൽകിയതിന് പിന്നാലെ പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നു. ആലപ്പുഴയിലെ ലജനത്ത് സ്കൂളിലാണ് ഈ ചോദ്യപേപ്പർ മാറി നൽകിയത്. 2 മണിക്ക് നടക്കേണ്ട പരീക്ഷ റദ്ദാക്കിയത് 1 മണിക്കാണ് ഉദ്യോഗാർത്ഥികളെ അറിയിച്ചത്. ഇല്ല, മുൻപ് അറിയിച്ചില്ല. ഇത്രയും ദൂരം അല്ല ഞങ്ങൾ ഇവിടെ എത്തിയത്. എക്സാമിന് വേണ്ടിയിട്ട് അറിയിച്ചിട്ടൊന്നുമില്ല. എന്തുകൊണ്ടാണ് ക്യാൻസൽ ചെയ്തതെന്ന് വല്ല വിവരമുണ്ട്? എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ പറയാണ്, 2 ഘട്ടമായിട്ടാണല്ലോ എക്സാം നടക്കുന്നത്, രാവിലെ ഉച്ചയ്ക്കും. അപ്പോൾ രാവിലെയുള്ള എക്സാമിന് ഉച്ചയ്ക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ മാറി കൊടുക്കുകയും അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള എക്സാം ക്യാൻസൽ ചെയ്തു. രാവിലെയുള്ള കുട്ടികളെ എക്സാം എഴുതി. നിങ്ങൾ PSC പരീക്ഷയ്ക്ക് വന്നേ? അതെ. അറിഞ്ഞിരുന്നോ ഇതിങ്ങനെ ക്യാൻസൽ ചെയ്തു? ഇല്ല. എത്തുന്നത് ഇല്ല. എന്താ ഇപ്പോൾ ഇവിടുന്ന് നൽകിയ വിവരം എന്താ? ഇവിടുന്ന് പറഞ്ഞത് ഉച്ചത്തെ സെഷൻ ക്യാൻസൽ ആക്കിയെന്നാണ്. എന്താ കാരണം എന്ന് പറഞ്ഞു? കാരണം എന്താന്ന് പറഞ്ഞില്ല. നടന്ന എന്തോ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാറിപ്പോയിരുന്നു എന്താണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് അനൗൺസ്മെന്റ് കിട്ടിയത്. പിന്നീട് അറിയിക്കാന്ന് പറഞ്ഞു. എന്താ പറഞ്ഞ എന്താ സാങ്കേതിക കാരണങ്ങളാൽ മാറ്റി വെച്ചിരിക്കുന്നതെന്നാണ്. ഇനി ഒരു അറിയിപ്പ് വരുമെന്ന് പറഞ്ഞു. അത് അനൗൺസ് ചെയ്യാണോ ചെയ്തത്? ആ ടീച്ചർമാർ അവിടുത്തെ PSC ചാർജ് ഉള്ളവർ പറഞ്ഞതാണ്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് PSC അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. RO ഷിബാൽ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ഒപ്പം മനീഷ് മെഹിബാൽ ഉണ്ട് ആലപ്പുഴയിൽ നിന്ന്. ആദ്യം മനീഷിലേക്ക് പോകാം. മനീഷ്, അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഈ കേരള PSCയുടെ ഒരു വിശ്വാസ്യത തന്നെ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് അനവധി പരാതികളാണ് DGPയുടെ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് തന്നെ 100 കണക്കിന് പരാതികളാണ് പോകുന്നത്. അതിൽ തന്നെ തെളിവുകൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്നുണ്ട്. ചോദ്യപേപ്പർ ചോർച്ച, അതിൽ മൂല്യനിർണ്ണയം, അഭിമുഖം, അപ്പോയിൻമെന്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും സർവത്ര ഒരു കുഴഞ്ഞു കിടക്കുന്നൊരവസ്ഥയാണ്. അതിലിപ്പോൾ ആഭ്യന്തര അന്വേഷണം നടക്കുന്നു, ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നു. അപ്പോൾ കൂടുതൽ ശ്രദ്ധ വേണ്ട ഈ സമയത്ത് വലിയൊരു വീഴ്ച തന്നെ സംഭവിക്കുകയാണ്. എന്താണ് ആലപ്പുഴയിൽ ഉണ്ടായത്? രാവിലെ 10 മണിക്കായിരുന്നു പരീക്ഷ നടന്നത്. 10th പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കേണ്ടത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു. രാവിലെ നടക്കേണ്ട പരീക്ഷയായിരുന്നു കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് പരീക്ഷ. പക്ഷേ ഇവിടെ ഉച്ചയ്ക്ക് ശേഷം നടക്കേണ്ട പരീക്ഷയുടെ ചോദ്യപേപ്പറിന്റെ നിറം പച്ചയും രാവിലെ നടക്കേണ്ട പരീക്ഷയുടെ നിറം ബ്രൗണുമായിരുന്നു. പക്ഷേ രാവിലെ ഉച്ചയ്ക്ക് 1:30 നടക്കേണ്ട പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ് രാവിലെ നൽകിയത്. ഈ സംഭവം ഉണ്ടായത് ആലപ്പുഴ ലജനത്ത് സ്കൂളിലാണ്. പക്ഷേ ഏറ്റവും കൗതുകം അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന സംഭവം, ഈ പരീക്ഷ തുടങ്ങി, അതായത് 10 മണിക്ക് തുടങ്ങുന്ന പരീക്ഷ 11:30 മണിക്ക് അവസാനിക്കുന്നു. ഈ ഉദ്യോഗാർത്ഥികൾ പരീക്ഷ പൂർത്തിയാക്കി 11:30 മണിയാകുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു ചോദ്യപേപ്പർ മാറി എന്ന വിവരം ഉദ്യോഗാർത്ഥികൾ പോലും അറിയുന്നത്. അങ്ങനെ PSC അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർക്ക് PSCക്ക് റിപ്പോർട്ട് ചെയ്ത് അങ്ങനെയാണ് ഉച്ചയ്ക്ക് 1:30 അല്ലെങ്കിൽ 1:30യുടെ അരമണിക്കൂർ കൂൾ ഓഫ് ടൈം കഴിഞ്ഞ് 2 മണിക്ക് തുടങ്ങേണ്ട പരീക്ഷയുടെ പേപ്പർ രാവിലെ കൊടുത്തു. രാവിലെ 10 മണിക്ക് കൊടുത്തു. 11:30ക്ക് അത് ഉദ്യോഗാർത്ഥികൾ അറിയുന്നു. പിന്നീട് 1 മണി കഴിഞ്ഞാണ് 1:30ക്ക് ഹാളിലെത്തി. അതായത് ഹാളിലെത്തി സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വിവിധ പരീക്ഷകൾ നടന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളായിരുന്നു ഇന്നുള്ളത്. കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് പ്രിലിമിനറി പരീക്ഷ ഉണ്ടായിരുന്നത്. ആ പരീക്ഷയുടെ പേപ്പറാണ് ഉച്ചയ്ക്ക് ശേഷം നടക്കാനിരുന്ന 10th പ്രിലിമിനറി എക്സാമിനേഷന്റെ പേപ്പറായി മാറിപ്പോയത്. അങ്ങനെ ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ ഈ പരീക്ഷ എഴുതാനെത്തിയ ഉദ്യോഗാർത്ഥികൾ ഹാളിൽ കയറിയ ശേഷം മാത്രമാണ് ഈ പരീക്ഷയുടെ പേപ്പർ മാറിപ്പോയതിനാൽ ഇത് സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഈ പരീക്ഷ മാറ്റിവെക്കുന്നു എന്ന വിവരം ഉദ്യോഗാർത്ഥികൾ അറിയിക്കുന്നത്. അതായത് പരീക്ഷ പേപ്പർ മാറിപ്പോയത് 1.5 മണിക്കൂർ കഴിഞ്ഞും അറിഞ്ഞില്ല എന്നാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. ലജനത്ത് സ്കൂളിലെ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് ആർക്കാണ് ആ പിഴവ് പറ്റിയത്? അവിടെ എത്തിയ രാവിലെ നടക്കേണ്ട പരീക്ഷയുടെ നിറം ചോദ്യപേപ്പറിന്റെ നിറം ബ്രൗണും ഉച്ചയ്ക്ക് ശേഷം നടക്കേണ്ട നിറം പച്ചയുമായിരുന്നു. പക്ഷേ പച്ച രാവിലെയും ഉച്ചയ്ക്ക് ശേഷം ബ്രൗണുമായി പോയി. അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയായിരിക്കാം. പക്ഷേ ഇത് മോണിറ്റർ ചെയ്യേണ്ട ഉയർന്ന ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളുണ്ട്. പരീക്ഷ തുടങ്ങിയാൽ അവിടെ എത്തി അത്തരം കാര്യങ്ങൾ വിശകലനം ചെയ്യേണ്ട, വിലയിരുത്തേണ്ട ഉദ്യോഗാർത്ഥികളുണ്ട്. അതുകൊണ്ട് മാത്രം ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ മാത്രം വീഴ്ചയല്ല. ചോദ്യപേപ്പർ മാറിപ്പോയെങ്കിൽ പരീക്ഷ തുടങ്ങിയ ശേഷം പിന്നീടും അവിടെ എത്തി അത് വിലയിരുത്തേണ്ടത് ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച, അതായത് ചെറിയ വീഴ്ചയല്ല, വലിയ വീഴ്ച. 1.5 മണിക്കൂറോളം സമയം ആ ചോദ്യപേപ്പർ മാറി നൽകി കഴിഞ്ഞും അറിഞ്ഞില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഉദ്യോഗാർത്ഥികളെ കൂടി ഈ രീതിയിൽ കബളിപ്പിക്കുക. ഉദ്യോഗാർത്ഥികൾ 1.5 മണിക്കൂറോളം
തങ്ങൾ എഴുതേണ്ട പരീക്ഷാ പേപ്പർ അല്ല മറ്റൊരു പരീക്ഷാ പേപ്പർ എഴുതി എന്നുള്ള രീതിയുണ്ട്. അങ്ങനെ അവരുടെ അത്രയും സമയം ഈ ദിവസം തന്നെ പാഴാക്കിയിരിക്കുന്നു. വലിയ വീഴ്ച PSCയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നു. സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് മാത്രം ഈ പരീക്ഷ മാറ്റിവെച്ചതായാണ് ഇപ്പോൾ ചോദ്യപേപ്പറിന്റെ പുറമെ ഉറപ്പായും ഈ രാവിലെ എടുക്കേണ്ടത് ഏതാണ്, ഉച്ചയ്ക്ക് എടുക്കേണ്ടത് ഏതാണ്, ഏത് ചോദ്യപേപ്പറാണ് രണ്ടും തരംതിരിക്കേണ്ടത് എന്നുള്ള കൃത്യമായ ഒരു രേഖപ്പെടുത്തൽ ഉണ്ടാവില്ലേ? അപ്പോൾ അതുപോലും ഒന്നും നോക്കാതെ അപ്പോൾ എത്ര വലിയൊരു ഉത്തരവാദിത്വമില്ലായ്മയാണ്. അതായത് അവരെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല എന്നുള്ള തരത്തിലാണ്. അതോ എന്തുമാകാമെന്നുള്ളതാണോ? അതും ഇത്ര വിവാദത്തിന്റെ ഒരു പടുകൂടിയിൽ ഈ PSC വീണിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു ചെറിയ വീഴ്ച പോലും ആവർത്തിക്കാൻ പാടില്ല. അപ്പോഴാണ് ഈ വലിയ വീഴ്ച ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട് മനീഷ്. ഇപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞത്തെ ആ ഒരു പരീക്ഷാ പേപ്പർ വെച്ച് ഈ ഉച്ചയ്ക്ക് മുൻപ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുണ്ടല്ലോ, അപ്പോൾ അവർ ഇനി വീണ്ടും പരീക്ഷ എഴുതേണ്ടി വരുമോ? അതോ അവർ നിലവിൽ എഴുതിയ ചോദ്യപേപ്പർ തന്നെ മൂല്യനിർണ്ണയം നടത്തുമോ? പ്രയോഗത്തിൽ അതായത് പ്രായോഗികമായ 2 പരീക്ഷകളാണ് റദ്ദായത്. അതായത് ഇന്ന് രാവിലെ നടന്ന പരീക്ഷയിൽ ഉദ്യോഗാർത്ഥികൾ എഴുതിയത് ഉച്ചയ്ക്ക് ശേഷമുള്ള ചോദ്യപേപ്പറിന്റെ ഉത്തരങ്ങളാണ്. അതുകൊണ്ട് തന്നെ രാവിലെ എഴുതിയ പരീക്ഷ സ്വാഭാവികമായി തന്നെ അസാധുവായി. ഇനി ഇപ്പോഴിതാ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പരീക്ഷ രാവിലത്തെ പേപ്പർ ഓൾറെഡി തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടായതുകൊണ്ട്, അത് പേപ്പർ രാവിലെ 10 മണിക്ക് തന്നെ ഔട്ടായതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒരിക്കലും ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കില്ല. ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഇനി മാറ്റാം. അതുകൊണ്ട് തന്നെ പ്രയോഗത്തിൽ അതായത് പ്രായോഗികമായ 2 പരീക്ഷകൾ റദ്ദായി. അതായത് ക്വസ്റ്റ്യൻ ഏതാണ്, അതായത് ഏത് പരീക്ഷയാണെന്നുള്ള കാര്യം എഴുതി വെച്ചില്ലെങ്കിൽ കൂടി, അതായത് 2 പരീക്ഷകളാണ്. ഒന്ന് കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് പ്രിലിമിനറി പരീക്ഷ, അതാണ് രാവിലെ നടക്കേണ്ട പരീക്ഷ. ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷയാണ് 10th പ്രിലിമിനറി എക്സാമിനേഷൻ പരീക്ഷ. അങ്ങനെ 2 പരീക്ഷകൾ. ഈ പരീക്ഷാ പേപ്പറിന്റെ പുറത്ത്, ചോദ്യ പേപ്പറിന്റെ പുറത്ത് ഈ പരീക്ഷ ഏതെന്ന് എഴുതിയിട്ടില്ലെങ്കിൽ കൂടി നിറമുണ്ട്. കാരണം ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ പക്കലേക്ക് കൊടുക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിറമാണ്. അതായത് പച്ച നിറവും ബ്രൗൺ നിറവും അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം പച്ചയും രാവിലെ ബ്രൗണും ഉള്ളത് ഏറ്റവും ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാനപരമായി അറിയേണ്ട കാര്യമാണ്. അത്തരം കാര്യങ്ങൾ പോലും അറിയാതെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ചോദ്യ പേപ്പർ ഏതെങ്കിലും ഒരു ഹാളിൽ മാത്രമായിരിക്കാം മാറ്റി കൊടുത്തത്. പക്ഷേ ആ ഹാളിൽ മാറ്റി കൊടുത്ത വിവരം മറ്റുദ്യോഗസ്ഥർ പരീക്ഷ തുടങ്ങിയ ശേഷം പിന്നീട് പല ഘട്ടത്തിലുള്ള വിലയിരുത്തലുണ്ട്. കാരണം ആദ്യ അരമണിക്കൂർ കൂൾ ഓഫ് ടൈമാണ്, അതിനുശേഷം വീണ്ടും 1.25 മണിക്കൂർ മാത്രമാണ് പരീക്ഷയുള്ളത്. ആ സമയത്ത് കൂൾ ഓഫ് ടൈം കഴിഞ്ഞ് ഹാളിലെത്തി വിശകലനം അല്ലെങ്കിൽ അവിടെ എത്തി മോണിറ്റർ ചെയ്യേണ്ട മറ്റുദ്യോഗസ്ഥരുണ്ട്. അപ്പോഴും ആ മോണിറ്റർ ചെയ്യാൻ എത്തിയ ഉദ്യോഗസ്ഥനും അറിഞ്ഞില്ല ഈ രാവിലെ നടക്കേണ്ട പരീക്ഷയ്ക്ക് എത്തിച്ചത് ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷാ പേപ്പറാണെന്നുള്ള കാര്യം മോണിറ്റർ ചെയ്യാനുള്ള ഉദ്യോഗസ്ഥനെ അറിയിച്ചില്ല. അവസാനം പരീക്ഷ പൂർത്തിയാക്കി ഉദ്യോഗാർത്ഥി ചോദ്യ പേപ്പർ തിരികെ നൽകുമ്പോഴാണ് ഉച്ചയ്ക്ക് 1:30 നടക്കാനിരുന്ന പരീക്ഷയുടെ പേപ്പറാണ് ഇപ്പോഴിതാ രാവിലെ കൊടുത്തത്.